ഹായ് ഫ്രണ്ട്സ്, എൻ്റെ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന നല്ലൊരു പച്ചക്കപ്പ വറുക്കുന്നതിൻ്റെ ഒരു റെസിപ്പി ആട്ടോ. അപ്പോൾ ഇത് ഞാൻ പച്ചക്കപ്പ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് കപ്പയേ ഉള്ളൂ. ഇനി നമുക്ക് തൊണ്ട് പൊളിച്ച് വൃത്തിയാക്കിയതിന് ശേഷം കാണാം കേട്ടോ. അപ്പോൾ ഇച്ചിരി കറുത്ത് മോശമായിരിക്കുന്ന കപ്പയൊക്കെയാണ് നമുക്ക് ഇതേപോലെ ചെയ്യാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് ഞാനിത് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ സമയം ഞാനൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചീനിച്ചട്ടി നന്നായിട്ട് ചൂടായി കഴിയുമ്പം നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് കപ്പ ഇട്ട് കൊടുക്കാം കേട്ടോ. അത്യാവശ്യം കനം കുറച്ച് തന്നെ കപ്പ അരിയണം കേട്ടോ. ആ ഒരു ഇതുപോലെ. അപ്പോൾ ഞാൻ എണ്ണ ചൂടായെന്നറിയാണ്ടൊരു കുഞ്ഞ് കപ്പ കഷ്ണം ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ വൈകിട്ട് സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്തൊക്കെയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകുന്ന ഒരു കപ്പ വറുത്തതിൻ്റെ റെസിപ്പിയാണ്. എനിക്ക് വേറെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നന്നായിട്ട് ഇനി ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് കുറച്ച് ഉപ്പുനീര് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം കേട്ടോ. ഇപ്പോൾ കപ്പ വേകാതെയൊക്കെ വരുന്ന കപ്പയൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ കപ്പ ഇങ്ങനെ വറുത്തെടുക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ വാട്ടിയെടുത്ത് ഉണ്ടാക്കുന്നതിനേക്കാൾ ടേസ്റ്റിയാണ് നമ്മൾ പച്ചക്കപ്പ ഇതേപോലെ ഡയറക്റ്റ് വറുത്തെടുക്കുമ്പോൾ. അപ്പോൾ ഇത് നമ്മൾ ആദ്യം ഇട്ട കപ്പ ഏകദേശം പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം കേട്ടോ. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാൻ അങ്ങനെയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അതുപോലെ നമുക്ക് ഇനി കുറച്ചും കൂടി ഉണ്ട്. അത് ഇതേമാതിരി ഇട്ട് വറുത്തെടുക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ കപ്പ വറുത്ത് ഇത് കണ്ട് ഇതേപോലെ ആദ്യത്തേത് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുള്ള കപ്പ വറുത്ത കേട്ടോ. അപ്പോൾ അടുത്തത് നമുക്ക് ഇതേപോലെ നന്നായിട്ട് വറുത്തെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ കുട്ടികൾക്കാണെങ്കിൽ മായം ചേരാത്ത ഇതൊന്നും ഇല്ലാതെ നമുക്ക് നല്ല കപ്പ ചിപ്സൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. ഈ ഒരു രീതിയിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തത് ഇതേപോലെ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് തേങ്ങയും ശർക്കരയും ചേർത്ത് പൊടിച്ചും എടുത്ത് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റിയായിട്ടുള്ള കപ്പ ചിപ്സിൻ്റെ റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും ബൈ.